ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ ചാനലിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണേ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവാൻ പോണത് എന്താണ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണതെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങളുടെ നൈറ്റ് ഓഫ് കപ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 3 ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ രണ്ടാളുടെയും എടുക്കുക ഇപ്പോഴത്തെ സിറ്റുവേഷൻ സൺ, പാസ്റ്റിൽ എന്താ ഉണ്ടായ നിങ്ങൾ രണ്ടാളുടെയും എടുക്കുക പാസ്റ്റിൽ 7 ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണ് വേണ്ടി 7 ഓഫ് സോഡ്സ്, ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് 5 ഓഫ് സോഡ്സ്. എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ? 10 ഓഫ് സോഡ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, ഹൈ പ്രീസ്റ്റസ്, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, 9 ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ, 7 ഓഫ് കപ്സ്. എന്താണ് ഇവിടെ ഔട്ട്കം? അപ്പോൾ ലീബ്ര, ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് എനർജിയാണ്. ഓക്കെ, ഈ മാസം കുറേ റൊമാൻറ്റിക് മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്, അതുമാവാം. പക്ഷെ എന്തോ ഈ സിറ്റുവേഷനിൽ ചാലഞ്ച് ഉണ്ട്. എന്താ വെച്ചാൽ സ്ട്രെങ്ത് എനർജി കാണാണ്ട്. അപ്പോൾ ചാലഞ്ചസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാനാണ് നോക്കുന്നത്. അതുമാത്രമല്ല, ഈ പേഴ്സണെ നിങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ മേ ബി അവരോട് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു കൺഫെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഉള്ളിൽ ഒരു ധൈര്യമില്ല. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണാണ്ട്. 10 ഓഫ് കപ്സ് ഇവിടെ ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെ കുട്ടികളെയൊക്കെ കാണാണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടാവും, അല്ല വെച്ചാൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് റീകൺസൈൽ ചെയ്യാനുള്ള എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 3 ഓഫ് വാൻഡ്സ് ആണ്. 3 ഓഫ് വാൻഡ്സ് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണ എനർജിയാണ്. പറഞ്ഞാൽ ഈ പേഴ്സൺ ഈ സമയത്ത് വെയിറ്റ് ആണ് ചെയ്യണത്. അവർ കരിയറിൽ കുറേ ബിസി ആയിരിക്കും, പുറമേ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ അതും ഒരു ഫാക്ടർ ആവാം. എന്താ വെച്ചാൽ അവർക്ക് കുറച്ച് സമയം എടുക്കും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. പേജ് സോഡ്സ് ഇവിടെ ക്യൂരിയോസിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് എന്താ നടക്കണേ നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ അറിയണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ സ്റ്റോറീസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് സൺ ആണ്. ഇത് ക്ലാരിറ്റി, അബണ്ടൻസിൻ്റെ എനർജിയാണ്, സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്. പക്ഷെ എന്തോ ഈ സിറ്റുവേഷനിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടാളും അതിന് ഹീൽ ചെയ്യാനാണ് നോക്കണത്, അതിന് പുറത്തു വരാനാണ് നോക്കണത്. എന്താ വെച്ചാൽ ഇത് എവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഈ എൻഡിങ്ങിനെ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കണത്. അപ്പോൾ എന്തോ ഒരു സെപ്പറേഷൻ മാതിരി ഒരു എനർജി ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ ബ്ലോക്സ് ഉണ്ടായിരുന്നു ഈ കണക്ഷനിൽ. അപ്പോൾ ഈ ബ്ലോക്സ് എന്താണ്? ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ സെപ്പറേറ്റ് ആവാൻ ഒരു തീരുമാനം എടുത്ത്. മെജിഷ്യൻ ഉണ്ട്. സെപ്പറേറ്റഡ് ആയാലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ റീകൺസിലിയേഷൻ ഉണ്ടാവണം എന്നാണ് രണ്ടാളും മാനിഫെസ്റ്റ് ചെയ്യണത്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 7 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന്, എന്തോ ഇവർ ചെയ്ത്
ഇല്ലച്ച അവരെന്തോ പറഞ്ഞു, ഇല്ലച്ച എന്തോ പറയാത്ത കാര്യം കൊണ്ട് ഇവിടെ എന്തോ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി കാണാണ്ട്. കിങ് ഓഫ് വാൻസ്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സണിൻ്റെ സൈൻ ഫയർ സൈൻ ആവാം, പക്ഷേ ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു മാറ്റം വന്നിരിക്കണോ, ഇപ്പോൾ മുമ്പത്തെ മാതിരി അല്ല ഈ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഫീലിങ്സിലും കുറേയൊക്കെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. മുമ്പത്തെ മാതിരി അല്ല ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് ഉള്ളത്. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 of Swords ആണ്. അപ്പോൾ അവരുടെ എനർജിയിൽ ഇപ്പോഴും ഞാൻ കുറച്ചൊരു മാനിപ്പുലേഷൻ്റെ എനർജിയാണ് കാണുന്നത്. ഒരു വെരി അൺഹെൽതി എനർജി 5 of Swords ഉണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പൈസയുടെ കാര്യത്തിലും വഴക്കുണ്ടായിട്ടുണ്ടാവും. 8 of Swords ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ഇവർക്ക് ഒന്നും എന്താ വേണ്ടതെന്ന് മനസ്സിലാവില്ല, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർ മൊത്തം കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 10 of Swords ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഒരു ഹീൽ ചെയ്തിട്ട് ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾ ടോട്ടലി ബിട്രേഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ്. പേജ് ഓഫ് വാൻസ് ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്. പക്ഷേ ഇവിടെ ഒരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ച് അത്ര മുമ്പത്തെ മാതിരി കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു റിജക്ഷൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ അവരുടെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ കുറച്ച് അവർക്ക് സമയമെടുക്കും. എന്താ വെച്ചാൽ ഈ സമയത്ത് അവർക്ക് അവരുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയണം എന്നില്ല. കുറേ സീക്രട്ടീവ് എനർജിയാണ്. അവരുടെ എന്തെങ്കിലും ഒരു സീക്രട്ടും ഉണ്ട്. അവർക്ക് പേടി എന്താ വെച്ചാൽ അത് നിങ്ങൾ അറിഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ഒന്നും ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇവിടെ അവരുടെ ഭാഗത്തിൽ ഞാൻ എന്തോ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ അവരൊരു ഡിസിഷനാണ് എടുക്കാൻ നോക്കണത്, എന്താ വേണ്ടേ, മുമ്പോട്ട് പോകണോ വേണ്ടേന്ന്. പക്ഷെ അവർക്ക് സമയമെടുക്കും എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ. 9 of Pentacles ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ. അപ്പോൾ നിങ്ങളൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യണു. കരിയറുടെ കാര്യത്തിൽ നിങ്ങൾ സെക്യൂർ ആവണം എന്നുണ്ടാവും. നിങ്ങൾക്ക് കുറേ വേറെ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സൺ അല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കാരും വരാൻ പോകുന്നുണ്ട്. സ്റ്റാർ. അപ്പോൾ നിങ്ങൾ ഹീലിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത് ഈ സമയത്ത്. നിങ്ങൾ പ്രേ ചെയ്യണു, ഇത് ശരിയായാൽ നല്ലതായിരിക്കും. അങ്ങനെ ഒരു പ്രെയർ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ അങ്ങനെ ആക്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ പോകണ്ടെന്ന്. ഈ പേഴ്സൻ്റെ ആക്ഷനിലും 7 of Cups ആണ്. അവരും കൺഫ്യൂസ്ഡ് ആണ്. അവരുടെ ഭാഗത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. അവർ വേറെ ആൾക്കാരുടെ കൂടിയും ഇൻവോൾവ് ആയിരിക്കാം. വേൾഡ്. അപ്പോൾ എന്തോ ഒരു ക്ലോസ് ഔട്ട് ചെയ്യണ ചാപ്റ്റർ ക്ലോസ് ഔട്ട് ചെയ്യണ എനർജി ഇവിടെ കാണാണ്ട് ഹീലിങ്ങിലാണ് അവർ ഫോക്കസ് ചെയ്യണത് നിങ്ങളുടെ പോലെ. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് വാൻസ് ആണ് ഔട്ട്കം. ഇവിടെ ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് കാണുന്നുണ്ട്. 2 of Pentacles. ഇവിടെ ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് ഇല്ല. ഇവിടെ ലവ് ഉണ്ട്. നിങ്ങൾ രണ്ടാൾക്കും ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, അവർക്കും നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡാണ് കാണുന്നത്. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, എന്താ വെച്ചാൽ രണ്ടാളും ഇപ്പോൾ റെഡിയല്ല ഈ റീകൺസിലിയേഷന് വേണ്ടി. നിങ്ങളുടെ മനസ്സിലുണ്ട് ഇങ്ങനെ റീകൺസിലിയേഷൻ ഉണ്ടായാൽ നല്ലതായിരിക്കും എന്ന്, പക്ഷേ ആക്ഷൻ എടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? Oracle message പറയണത് റിലീജിയസ് ഫാക്ടേഴ്സ്. യുവർ ലവ് ലൈഫ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു റിലിജ്യൻ്റെ കാര്യമായിരിക്കാം, കാസ്റ്റ് വേറെ വേറെ ആയിരിക്കാം, അതിൻ്റെ പ്രശ്നമായിരിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി എലിമെൻറ്റും ഉണ്ട്. അപ്പോൾ റിലിജ്യൻ അല്ലാണ്ട് ഇവിടെ ഞാൻ കാണുന്നത് എന്തോ വേറെ ആൾക്കാരും ഇൻവോൾവ് ആണ് ഇവിടെ. വെഡിങ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഈ പേഴ്സൺ ഒരു സീരിയസ് പാർട്ട്ണർ ആയിരുന്നു നിങ്ങളുടെ. ബട്ട് ഇപ്പോൾ കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.
ബോണസ് റീഡിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ ബോണസിന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.